ഹായ്, എൻ്റെ പേര് അർച്ചന. കുറച്ച് പേർക്കെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ എന്നെ പരിചയം ഉണ്ടാവും. ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഞാനിന്ന് ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. നമ്മുടെ സോഷ്യൽ മീഡിയ ലോകത്ത് നിരന്തരം നമ്മൾ കേൾക്കുന്ന വാർത്തകളിലൊന്നാണ് സ്ത്രീധന പീഡനം, ഗാർഹിക പീഡനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുമ്പോഴത്തേക്ക് എല്ലാവരും നല്ലപോലെ വിദ്യാഭ്യാസം നേടിയവരാണ്, നല്ല അറിവും ജ്ഞാനമൊക്കെ ഉള്ള ആൾക്കാരാണ്. പക്ഷേ ഒട്ടും ഭർത്താവിൻ്റെ പീഡനം അല്ലെങ്കിൽ ഭർത്തൃ വീട്ടുകാരുടെ പീഡനം സഹിക്കാൻ കഴിയാതെ വരുമ്പോൾ സ്വന്തം ജീവൻ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ആത്മഹത്യയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. സ്വന്തം ജീവൻ അവർ നശിപ്പിക്കുന്ന കൂട്ടത്തിൽ ഇപ്പോൾ അടുത്തിടെ നടന്ന 2 മരണങ്ങളിൽ അവരുടെ ആത്മഹത്യ ചെയ്യുന്നതിലൂടെ തൻ്റെ കുഞ്ഞുങ്ങളെ കൂടെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അമ്മയുടെ മരണത്തിലൂടെ അമ്മയെ നോക്കാത്ത അച്ഛനിൽ നിന്നൊരു സംരക്ഷണം ഒരിക്കലും അവർ കുഞ്ഞുങ്ങൾക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. ആ ഒരു സാഹചര്യത്തിലാണ് തൻ്റെ കുഞ്ഞുങ്ങളെ കൂടെ ചേർത്ത് പിടിച്ചിട്ട് ആ അമ്മമാർ ഈ ലോകത്തോട് വിട പറഞ്ഞത്. നമ്മുടെ സമൂഹത്തിൽ നാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും, നമ്മുടെ മക്കളോട് നമ്മൾ പറഞ്ഞ് കുഞ്ഞുനാൾ തൊട്ടേ വളർത്തിക്കൊണ്ടുവരേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പെൺകുട്ടികളോട് നമ്മൾ പറഞ്ഞു കൊടുക്കും, നിങ്ങൾ വലുതാകുമ്പോഴത്തേക്കും നിങ്ങൾ ഭർത്താവിൻ്റെ വീട്ടിൽ കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിൽ പോയി ജീവിക്കേണ്ടതാണ്, അവിടുത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഒതുങ്ങിക്കൂടി ജീവിക്കണം, ഭർത്താവിൻ്റെ അച്ഛനെയും അമ്മയെ നോക്കണം, ഭർത്താവിൻ്റെ കാര്യങ്ങളും നോക്കണം, അവർ പറയുന്നത് അനുസരിക്കണം, അവരുടെ വീട്ടിൽ ജീവിക്കണം, അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷേ നമ്മുടെ ആൺമക്കളോട്, നമ്മുടെ പുരുഷന്മാരോട് അച്ഛനമ്മമാർ ഒരു 100% അച്ഛനമ്മമാരും ഒന്നും തന്നെ പറഞ്ഞു കൊടുക്കുന്നില്ല. ഒരു ആൺകുട്ടി പഠിച്ച് ജോലി കിട്ടി ഉടനെ അവന് കല്യാണം കഴിക്കാനുള്ള പക്വതയുണ്ടോ, അതിനുള്ള പ്രാപ്തിയുണ്ടോ, അങ്ങനെയൊന്നും നമ്മൾ നോക്കുന്നില്ല. അവന് ജീവിക്കാനൊരു വീടും ഒരു ചുറ്റുപാടും ഉണ്ട്. ജോലി ആയി കഴിയുമ്പോഴത്തേക്കും ഉടനെ വിവാഹത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. പല സ്ഥലങ്ങളിലും അല്ലെങ്കിൽ പല വീടുകളിലും ആ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു 18 വയസ്സ് അല്ലെങ്കിൽ 20 വയസ്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് വിവാഹം കഴിപ്പിച്ചയക്കാനാണ് അച്ഛനമ്മമാർ ധൃതി വെക്കുന്നത്. പക്ഷേ ആ ധൃതി വെക്കുന്നതിലൂടെ തൻ്റെ മക്കളുടെ ജീവിതം അവതാളത്തിലാകുകയാണ് എന്നുള്ളത് ഒരച്ഛനമ്മമാരും ചിന്തിക്കുന്നില്ല. അവരുടെ നന്മയെ ഓർത്താണ് അവരത് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പോലും അതിലൂടെ എന്താണ് നാളെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ഒരു പാരൻസും കരുതുന്നില്ല. ഇല്ലാത്ത കാശ് കടം മേടിച്ച് പെൺമക്കളുടെ കല്യാണം കഴിപ്പിച്ച് വിടുന്നുണ്ട്. പക്ഷേ അവർ ചെയ്യേണ്ടത്, ഓരോ പെൺകുട്ടികളുള്ള അച്ഛനമ്മമാരും ചെയ്യേണ്ടത് പെൺകുട്ടികളെ നല്ലതുപോലെ പഠിപ്പിക്കുക, അവരുടെ സ്വന്തം കാലിൽ നിന്ന് ജീവിക്കാനുള്ള ജോലി കണ്ടെത്തി കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് കാശ് ചിലവാക്കിയാലും പ്രശ്നങ്ങളില്ല. അവർക്കൊരു വരുമാന സ്രോതസ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്ന് കരുതാം. അവർക്ക് ജീവിക്കാൻ വേണ്ട ജീവിതത്തിൻ്റെ നിലപാടിനാണെന്ന് നമുക്ക് കരുതാം. പക്ഷെ വിവാഹത്തിന് വേണ്ടിയിട്ട് ഇത്രയും കാശ് ചിലവാക്കേണ്ടതോ അല്ലെങ്കിൽ അച്ഛനമ്മമാർ ബാധ്യത എടുത്ത് തലയിൽ വെക്കേണ്ട ആവശ്യങ്ങൾ വരുന്നില്ല. സ്ത്രീധനം നിരോധിക്കപ്പെട്ട ഒരു വിഷയമാണ്. പക്ഷേ എന്നാലും നമ്മുടെ വിവാഹങ്ങളിലെല്ലാം ഇന്ന് സ്ത്രീധനം കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ സ്ത്രീധനം വളരെ കൂടുതലാണെന്ന്, സ്ത്രീധനങ്ങളും ഇപ്പോൾ സ്ത്രീധന പീഡനങ്ങളും സ്ത്രീധന മരണങ്ങളും ഒരുപാട് നടക്കുന്നത് ഈ ജില്ലകളിലാണെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, പെൺകുട്ടികളുള്ള അച്ഛനമ്മമാരോട് അവരെ നന്നായി പഠിപ്പിക്കുക, വിദ്യാഭ്യാസം നേടിക്കൊടുക്കുക, ഒരു ജോലിയാക്കുക, സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തി എത്തുക. അതിനുശേഷം മാത്രം വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുക. വിവാഹം, നമ്മൾ ഒരു പെൺകുട്ടിക്ക് വിവാഹം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ ആവശ്യമുള്ള കാര്യം തന്നെയാണ്. അത് അവളുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുക. അവളുടെ പ്രാപ്തി എത്തിയതിന് ശേഷം മാത്രം അവളെ വിവാഹം കഴിപ്പിക്കുക. വിവാഹം കഴിഞ്ഞതിന് ശേഷവും എന്തെങ്കിലും ബുദ്ധിമുട്ട് ഭർത്താവിൽ നിന്നോ ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്നോ വരുവാണെന്നുണ്ടെങ്കിൽ
നമുക്കതെല്ലാം നമ്മുടെ നീതിന്യായ വ്യവസ്ഥകളുണ്ട്. അതിനനുകൂലമായിട്ട് നമുക്ക് അവർക്കെതിരെ പോകാനുള്ള നടപടികൾ എടുക്കാൻ പറ്റും. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. നമ്മുടെ പെൺകുട്ടികൾക്ക് അതിനുള്ള അവബോധം നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ കൊടുക്കുക. അവരെ ജീവിതത്തിലേക്ക്, ഒരു വിവാഹം കൊണ്ട് മാത്രം ജീവിതം നശിച്ചു പോയിട്ടില്ല എന്നവരെ ഉത്തമ ബോധ്യം ആക്കിയതിന് ശേഷം അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. സ്വന്തം വീട്ടിലേക്ക്, അച്ഛനമ്മമാരുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് അതിന് വേണ്ട നടപടികൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റും. പിന്നെ പുരുഷന്മാരോട്, അച്ഛനമ്മമാരോട്, ആൺമക്കളുള്ള അച്ഛനമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, കുഞ്ഞുനാൾ തൊട്ട് തന്നെ സമൂഹത്തിലെ ഒരു പൗരനെ നമ്മൾ വളർത്തിക്കൊണ്ടുവരുവാണ്. ആൺകുട്ടികളെന്ന് പറഞ്ഞാൽ പൗരന്മാരാണ്, നാളെ നമ്മെ നയിക്കേണ്ട പൗരന്മാരാണ്. അവരെ വളർത്തിക്കൊണ്ട് വരുമ്പോഴത്തേക്ക് അവർക്ക് വേണ്ട അറിവും ജ്ഞാനവും, പഠിക്കാനും ജോലി വാങ്ങാനും ഒക്കെ നമ്മൾ പറയുന്നത് പോലെ തന്നെ അവർക്ക് കുഞ്ഞുനാൾ തൊട്ടേ കൊടുക്കേണ്ട ഒരു ക്ലാസ്സാണ് വിവാഹത്തെപ്പറ്റിയും വിവാഹ ജീവിതത്തെപ്പറ്റിയും ഒക്കെ. അച്ഛനും അമ്മയൊക്കെ മാറ്റി നിർത്തപ്പെട്ടിട്ട് ഒരു പെൺകുട്ടി ഒരു പുരുഷൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അവളെ സംരക്ഷിക്കേണ്ടതിൻ്റെയും അവളിലൂടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട സംരക്ഷണങ്ങളെ പറ്റിയൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ ആൺകുട്ടികൾക്ക് നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ അവർക്ക് അവലോകനം കൊടുക്കേണ്ടതാണ്. ആ കൊടുക്കുന്നതിലൂടെ നല്ലൊരു സമൂഹത്തെ, നല്ല കുടുംബജീവിതം നയിക്കുന്ന നല്ല സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കും. നമ്മുടെ കുട്ടികളെ നല്ല വിദ്യാഭ്യാസം കൊടുത്ത് വളർത്തുമ്പോഴത്തേക്കും എല്ലാവരും വിദ്യാസമ്പന്നരായി നല്ല ജോലിയിലൊക്കെ കയറുന്നത് പോലെ തന്നെ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ കൂടെ അവരെ കുഞ്ഞുനാൾ തൊട്ടേ പറഞ്ഞ് മനസ്സിലാക്കി അവരെ അതിൻ്റേതായിട്ടുള്ള ജീവിത ചുറ്റുപാടിലൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നല്ല കുടുംബജീവിതം നയിക്കുന്ന മക്കളായിട്ട് അവർ നാളത്തെ ഭാവി തലമുറയിൽ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കും. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ഇങ്ങനെ കേൾക്കുന്ന വാർത്തകളൊന്നും തന്നെ ഇല്ലാത്തൊരു സാഹചര്യം നമുക്കുണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഒരു പുരുഷൻ നന്നാവും എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീ കൂടുതൽ താന്നു കൊടുക്കും. കാരണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചില ദൂഷ്യ സ്വഭാവങ്ങൾ ഉള്ള ആൺകുട്ടികളെ തന്നെ കല്യാണം കഴിയുമ്പോഴത്തേക്ക് അവൻ്റെ ആ സ്വഭാവം മാറുമെന്ന് പറഞ്ഞിട്ട് വിവാഹം കഴിപ്പിക്കുന്ന ആൺകുട്ടികളുടെ അച്ഛനമ്മമാരുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മകനെ നേരെയാക്കാനുള്ള ഒരു ഉപാധിയല്ല ആ വരുന്ന പെൺകുട്ടി. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. നിങ്ങളുടെ മകളെ ഇങ്ങനെ ഒരു പുരുഷന് ഉപാധിയായിട്ട് നിങ്ങൾ കൊടുക്കുമോ? ഇല്ലല്ലോ. അതുപോലെ തന്നെയാണ് മറ്റൊരു മകൾ നിങ്ങളുടെ വീട്ടിലോട്ട് വരുന്നത്. നമ്മളെല്ലാം ചിന്തിക്കണം. ചിന്തിച്ചിട്ട് വേണം നമ്മൾ സമൂഹത്തിൽ അറിഞ്ഞും കണ്ടും പ്രവർത്തിക്കാനായിട്ട്. ഒരുപാട് വിഷയങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ കൂടെ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് സന്തോഷങ്ങളുമായിട്ട് ഒരു പുരുഷൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സ്ത്രീക്ക് അനുഭവിക്കേണ്ടി വരുന്ന വിഷമങ്ങളെ പറ്റിയിട്ടാണ് നമ്മുടെ സമൂഹത്തിൽ നാം കേൾക്കുന്നത്. സ്ത്രീകളെ സംരക്ഷിക്കാനും സ്ത്രീകളെ ബഹുമാനിക്കാനും നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ, നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞു പഠിപ്പിക്കുക. അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം മാറ്റിയെടുക്കാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി ഇങ്ങനെ ഒരു ദുഃഖകരമായിട്ടുള്ള വാർത്തകൾ നമ്മളെ തേടിയെത്താതെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം.